മച്ചാമാരെ ഇതാണ് ഗോവ. ഇതാണ് ഗോവയിലെ ഹരം. ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ പോവാൻ തന്നെ തോന്നില്ല. അത്രയ്ക്ക് ചില്ലാണ് ചില്ലുമുറ. ആളുകള് പുറത്തിറങ്ങിയ ആഘോഷിക്കേണ്ടത് ആഘോഷിക്കുക. അവർക്ക് മറ്റൊരു ടീം യാതൊരുവിധ ശല്യവും ചെയ്യുന്നില്ല. അതായത് ഉറങ്ങുന്ന ആളുകൾ ഉറങ്ങുക, ആഘോഷിക്കേണ്ടത് ആഘോഷിക്കുക. അത്ര ഒരു രീതിയാണ്. ഇതൊക്കെയാണ് നൈറ്റ് ലൈഫ്. 2 ദിവസമായിട്ടുള്ളൂ. നമുക്ക് ഇവിടുന്ന് പോവാൻ തന്നെ പോകുന്നില്ല. ഇവിടെ വല്ല ബിസിനസ് തുടങ്ങിയാലോ അതെ, ഇവനാകെ നനഞ്ഞിട്ടുണ്ട്. ഇനി അടുത്തത് നമുക്ക് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. കേരളത്തിൽ കണ്ടിട്ടുള്ളത് ഒരു 8 മണിയാകുമ്പോഴേക്കും പുറത്തിറങ്ങി കഴിഞ്ഞാൽ എങ്ങോട്ടാ പോകുന്നത്? ഇവിടെ കണ്ടോ ഫുൾ എൻജോയ്മെന്റ് ആട്ടോ. എൻജോയ് ചെയ്യുക. കുക്കൊക്കെയാണ് വലിച്ചു വിടുന്നത്. ആഹാ, അടിപൊളി. ഞാനൊരു മിഡിൽ ക്ലാസ് വ്ളോഗറാണ് മച്ചാന്മാരെ. അപ്പോൾ നമ്മളെ പോലുള്ള മിഡിൽ ക്ലാസ്സേഴ്സ് ഫാമിലി യൂട്യൂബേഴ്സിനെ നിങ്ങൾ ഫോളോ ചെയ്തിട്ടുണ്ടല്ലോ, കട്ട സപ്പോർട്ടായിരിക്കും. യാതൊരുവിധ മാറ്റം ഉണ്ടാവില്ല. കട്ട സപ്പോർട്ടായിരിക്കും. അപ്പൊ കേരളത്തിന്റെ ഏത് ഭാഗത്തുനിന്നായിക്കോട്ടെ അല്ലെ, ഏത് ഭാഗത്തുനിന്നായിക്കോട്ടെ ഞങ്ങള് പിന്നെ പാക്കേജും അതുമായിട്ട് ബന്ധപ്പെട്ട ഡീറ്റെയിൽസുകളും വാട്സപ്പിൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ അപ്ഡേറ്റ് ചെയ്യും. മാത്രമല്ല മെയിനായിട്ട് നിങ്ങൾ നോക്കേണ്ടത് യൂട്യൂബിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലാണ്. വേലിയേറ്റ സമയം, അതായത് രാത്രി തീർച്ചയായിട്ടും ഈ ഭാഗങ്ങളിലൊക്കെ വെള്ളം വരാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. കണ്ട വെള്ളം മീൻസ് തിര അവിടെ നിന്ന് അടിച്ചു കയറാനുള്ള ചാൻസ് ഉണ്ട്. നമുക്ക് പാറക്കെട്ടിനകത്തു കൂടെ ഈ കടൽ തീരത്തിന്റെ ഭാഗത്തേക്ക് ഒന്ന് പോയി നോക്കട്ടോ. എടാ ഇവിടെ തിരമാലക്കൊക്കെ ഒന്ന് വേലിയേറ്റ സമയം, അതായത് രാത്രി തീർച്ചയായിട്ടും ഈ ഭാഗങ്ങളിലൊക്കെ വെള്ളം വരാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. കണ്ട വെള്ളം മീൻസ് തിര അവിടെ നിന്ന് അടിച്ചു കയറാനുള്ള ചാൻസ് ഉണ്ട്. അഞ്ജുണ ബീച്ച് എന്ന് പറയുമ്പോൾ ഇപ്പൊ നോർത്തിൽ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ബീച്ച് നമ്മൾ പോയാലും വെച്ച് മനസ്സിലാക്കിയത് ഏറ്റവും വലിയ ബീച്ചായിട്ടുള്ള ബാഗ ബീച്ച് തന്നെയാണ് കേട്ടോ. ഒരു രക്ഷയില്ല, തകർപ്പനാണ്. ഇവിടെ കണ്ട ഈ വെള്ളം ഈ ഭാഗത്ത് അടിച്ചു കയറുന്നുണ്ട് കേട്ടോ. ഈ പാണ്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ ആകെ നനഞ്ഞ് കുളിക്കും. വൈകുന്നേരം ആകും തോറും വേലിയേറ്റം കൂടും. അപ്പോൾ തിരമാല ഇങ്ങനെ ഇങ്ങോട്ടേക്ക് വന്നുകൊണ്ടിരിക്കും. നമുക്ക് നമ്മളെ റോഷൻജി ഇവിടെ വീഡിയോ എടുക്കുന്നുണ്ട്, കണ്ടു പോയി നോക്കാം. ആഹാ, അബു സാദ തന്നെ അല്ലേ, അബു സാദ. ഫ്രണ്ട്സ്, നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചു. ഞാൻ പറഞ്ഞില്ല, ഇവിടെ ഓരോ ബീച്ചുകളും ഓരോ സ്പോട്ടുകളും 4-5 കിലോമീറ്റർ വ്യത്യസ്ത മാത്രമേ ഉള്ളൂ. നമ്മൾ നേരത്തെ ചോപ്ര ഫോർട്ട് ഹില്ലിൽ കയറിയില്ലേ, ആ ഹില്ലാണ് എന്റെ പുറകിൽ. ആ കണ്ടോ, അത് ചോപ്ര ഫോർട്ട് ഹില്ലാണ് കാണുന്നത്. നമ്മൾ ആ ഏറ്റവും അറ്റം വരെ പോയില്ലെങ്കിലും നമ്മളൊരു മിഡിൽ ഭാഗം വരെ പോയിട്ടുണ്ടായിരുന്നു. നിങ്ങൾ വീഡിയോ കാണാത്തവരാണെങ്കിൽ മുന്നത്തെ വീഡിയോ കണ്ടാൽ മനസ്സിലാവും. ആ ഹില്ലാണ് കാണുന്നത്. അവിടുന്ന് നമ്മളൊരു ബീച്ച് കണ്ടിട്ടുണ്ടായിരുന്നു. ആ ബീച്ചാണ് ഗൈസ് ഈ ബീച്ച്, അഞ്ജന ബീച്ച്. അപ്പൊ അത്രയ്ക്കും അടുത്താണ്. അപ്പൊ ഇനി നമ്മുടെ പ്രോഗ്രാം നേരെ ഫുഡ് കഴിക്കുക. ഫുഡ് കഴിച്ചിട്ട് നമ്മളെ ടീം റെയിൽവേ സ്റ്റേഷനിലേക്ക് യാത്ര പോകണം. അവിടെ നിന്നാണ് നമ്മുടെ തിരൂരിക്കുള്ള ട്രെയിൻ വരുന്നത്. ഏകദേശം നമുക്ക് 8:30 ട്രെയിൻ. 8:30 കയറി കഴിഞ്ഞാൽ നാളെ 8:30 ട്രെയിൻ അവിടെ പോകും. അപ്പൊ തീമിക്ക് നമുക്ക് ഏകദേശം ഒരു 20 കിലോമീറ്റേഴ്സ് ഇവിടെ നിന്നുള്ളത്. ഏകദേശം 3/4 മണിക്കൂർ യാത്ര ചെയ്യണം. ഇവിടെ കണ്ടോ ഫുൾ എൻജോയ്മെന്റ് കേട്ടോ. എൻജോയ് ചെയ്യുക. കുക്കൊക്കെയാണ് വലിച്ചു വിടുന്നത്. ആഹാ, അടിപൊളി. ഇവിടൊക്കെ നൈറ്റ് ലൈഫ് പറഞ്ഞ മക്കളെ നൈറ്റ് ലൈഫ്. ഇന്നലെ രാത്രി ഞങ്ങൾ 3 മണിക്ക് സാധനം വാങ്ങാൻ പോയതാ. അതുവരെ ആളുകൾ എന്ത് ചെയ്യുക, ആളുകൾ പുറത്തിറങ്ങിയ ആഘോഷിക്കേണ്ടത് ആഘോഷിക്കുക. അവർക്ക് മറ്റൊരു ടീം യാതൊരുവിധ ശല്യവും ചെയ്യുന്നില്ല. അതായത് ഉറങ്ങുന്ന ആളുകൾ ഉറങ്ങുക, ആഘോഷിക്കേണ്ടത് ആഘോഷിക്കുക. അത്ര ഒരു രീതിയാണ്. ഇതൊക്കെയാണ് നൈറ്റ് ലൈഫ്. ഇതൊക്കെയാണ് ലൈഫ്. നൈറ്റ് ലൈഫ് മാത്രമല്ല, എല്ലാവരുടെ ലൈഫ് ഇങ്ങനെയാണ്. നമ്മളൊക്കെ എന്താ വെച്ചാൽ കേരളത്തിൽ കണ്ടിട്ടുള്ളത് ഒരു 8 മണിയാകുമ്പോഴേക്കും പുറത്തിറങ്ങി കഴിഞ്ഞാൽ നീ എങ്ങോട്ടാ പോകുന്നേ, നീ ആരുടെ മകനാ, എന്താ ആവശ്യം എന്ന് തുടങ്ങിയിട്ടുള്ള ആളുകൾ. ഇതേ ആളുകൾ തന്നെ കോമഡി എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതേ ആളുകൾ തന്നെയാണ് ദുബായിലൊക്കെ പോയി കഴിഞ്ഞാൽ, ഗൾഫ് രാജ്യങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ യൂറോപ്യൻ കൺട്രീസിലൊക്കെ പോയി കഴിഞ്ഞാൽ വന്നിട്ട് ഇവിടെ വന്ന് പറയും അവിടുത്തെ ലൈഫുണ്ട്, അതൊക്കെ നൈറ്റ് ലൈഫ്. അപ്പോൾ ആളുകളുടെ മനോഭാവത്തിന്റെ മാറ്റം എന്നാണ് എനിക്ക് പറയാനുള്ളത് കേട്ടോ. ഞാനൊരു മിഡിൽ ക്ലാസ് വ്ളോഗറാണ് മച്ചാന്മാരെ. അപ്പോൾ നമ്മളെ പോലുള്ള മിഡിൽ ക്ലാസ്സേഴ്സ് ഫാമിലി യൂട്യൂബേഴ്സിനെ നിങ്ങൾ ഫോളോ ചെയ്തിട്ടുണ്ടല്ലോ, കട്ട സപ്പോർട്ടായിരിക്കും. യാതൊരുവിധ മാറ്റം ഉണ്ടാവില്ല. കട്ട സപ്പോർട്ടായിരിക്കും. അപ്പോൾ എല്ലാവരും ചാനൽ ഫോളോ ചെയ്യുക. നമുക്ക് ഒരുപാട് യാത്രകൾ ചെയ്യാൻ ആഗ്രഹമുണ്ട്. പൈസ ഉണ്ടാകട്ടെ, നമുക്ക് പൈസ ഉണ്ടാക്കാം, നമ്മൾ യാത്ര ചെയ്തിരിക്കും.
അപ്പൊ നമ്മൾ തീർച്ചയായിട്ടും യാത്ര ചെയ്തിരിക്കും. നിങ്ങൾ എന്ത് ചെയ്യുക, ചാനൽ ജസ്റ്റ് നമ്മളെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളെ ഫ്രണ്ട്സിലേക്ക് ഒന്ന് ചെറുതായിട്ടൊന്ന് ഷെയർ കൊടുക്കാം. ഓക്കെ, നമ്മൾ ഗോവ മുതൽ ഉടുപ്പി അതേപോലെ തന്നെ ഹംപി തുടങ്ങിയ സ്ഥലങ്ങളിൽ നമ്മൾ പാക്കേജിങ് ട്രിപ്പ് ആരംഭിക്കാനായി പോവുകയാണ്. ഞാനും റോഷനും കൂടിയാണ്. ഏറ്റവും ചെറിയ ബജറ്റിൽ എല്ലാവർക്കും പോകുന്ന ഒരു യാത്ര, അതാണ് ഞങ്ങളുടെ ലക്ഷ്യം. എല്ലാവരും യാത്ര ചെയ്യണം അല്ലേ? അപ്പൊ എന്താ റോഷ, എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ് ഒക്കെ? നമ്മളെ നാട്ടിൽ കിട്ടാത്ത വൈബ് ഇവിടെ. ഒരാള് ചോദിക്കാൻ നാട്ടുകാർ ശല്യാണ് മെയിൻ. ഇവിടെ മദ്യടിക്കുന്നത് എന്തുകൊണ്ട് നാട്ടുകാർക്ക് പ്രശ്നങ്ങളില്ലാത്ത മദ്യം അതടിക്കണേ. അതായത് ഒരാള് മറ്റൊരു സ്വാതന്ത്ര്യത്തിൽ കയറി ഇടപെടില്ല. വളരെ ചെറിയ ക്യാഷ് കൊണ്ട് ഗോവയിലൊക്കെ വന്ന് ഇത് ചെയ്ത് പോലെ സിമ്പിളായിട്ട് സ്ലീപ്പറിനെ ബുക്ക് ചെയ്തിട്ട് സിമ്പിളായിട്ട് വന്ന് ജനറല് ഒരു 11:15 എടുക്കണ അഞ്ച് അടുത്ത തരം അമ്മക്ക് കിട്ടണം. ഞാൻ അവിടുത്തെ ഈ ബാക്ക് സൈഡിൽ നിന്നാട്ടാ നല്ല തിര വന്നിട്ട് അടിക്കുന്നുണ്ട് കേട്ടാ. അത് ഇവനാകെ നനഞ്ഞിട്ടുണ്ട്. ഇനി അടുത്തത് നമ്മക്കിട്ട് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. ബാഗ് ഇപ്പം നനയും. അപ്പൊ അങ്ങനെയൊക്കെയാണ് ഗോവയിലെ ചില മൊമെന്റുകൾ. ബാക്കിയൊക്കെ നമുക്ക് വീഡിയോ കണ്ടിട്ട് ഇപ്പൊ ഞങ്ങൾ ഈ പറയുന്നത് നിങ്ങൾ ഏറ്റവും ലാസ്റ്റ് ആയിരിക്കും കാണുക. ഇതിന്റെ നമ്മൾ ഫസ്റ്റ് ഡേ മുതലുള്ള എല്ലാ വീഡിയോസും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ അല്ലെങ്കിൽ മുകളിൽ കാണുന്ന ഐക്കാർഡ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ വീഡിയോ മൊത്തം കാണണ്ടാവും. ഇത് പ്രൈവസി ഉണ്ടാവും, വീഡിയോ മൊത്തം കാണാം, എൻജോയ് ചെയ്യാം. റോഷ, നമുക്ക് ഇതേപോലുള്ള പാക്കേജുകൾ കുറഞ്ഞ ചെലവിൽ ചെയ്താലോ? അപ്പൊ കേരളത്തിന്റെ ഏത് ഭാഗത്തുനിന്നായിക്കോട്ടെ അല്ലേ, ഏത് ഭാഗത്തുനിന്നായിക്കോട്ടെ ഞങ്ങള് പിന്നെ പാക്കേജും അതുമായിട്ട് ബന്ധപ്പെട്ട ഡീറ്റെയിൽസുകളും വാട്സപ്പിൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ അപ്ഡേറ്റ് ചെയ്യും. മാത്രമല്ല മെയിനായിട്ട് നിങ്ങൾ നോക്കേണ്ടത് യൂട്യൂബിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലാണ്. അതിലും പിന്നെ റോഷൻ നമ്പർ ഇന്റെ നമ്പറൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ പാക്കേജ് ഞങ്ങൾ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള രീതിയിൽ നിങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ ബജറ്റിൽ വരാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും സമയം മാത്രം നിങ്ങളെ സമയം തരിക. തിരിച്ച് നിങ്ങൾ ഇവിടുന്ന് പോകുമ്പോൾ വേറെ ആളുകളായിരിക്കും അല്ലേ? അത്രയ്ക്ക് വൈഡ് ചിന്താഗതിയിലായിരിക്കും നിങ്ങളെ ഓരോ ചിന്തകളുണ്ടാവുക. ഓക്കെ, നമുക്ക് ഇനി ഒരുപാട് കാഴ്ചകൾ കാണാണ്ട്. ശരിക്കും പറഞ്ഞാൽ ഗോവയിൽ വന്നിട്ട് ഇവിടെ തിരിച്ചു പോകാൻ തോന്നില്ല കേട്ടോ. അത്രയ്ക്ക് നൈറ്റ് ലൈഫ്, ഫ്രീ എൻജോയ്മെന്റ്. ഞങ്ങൾ ഇന്നലെ രാത്രി 3 മണിക്ക് വരെ പുറത്തിറങ്ങി അല്ലേ? അപ്പോഴൊക്കെ കടാൾ ഓപ്പൺ. നമ്മളെ നാട്ടിൽ പോലീസുകാരെ പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞു, നമുക്ക് നൈറ്റ് ലൈഫ് ഇല്ല. നമ്മൾ രാത്രി ഇന്നലെ പുറത്തേക്ക് ഇറങ്ങിയിട്ട് പോലും പിന്നെ ഒരു പോലീസുകാരെ പോലും കണ്ടിട്ടില്ല. പോലീസുകാരെ ആവശ്യമില്ല, കാരണം എല്ലാവരും ഫ്രീ ആണ്, ഫ്രീ മൂഡാണ്, ഫ്രീ മൈൻഡാണ്. എന്താ പ്രശ്നം? അത്ര ഫ്രീഡം ഉണ്ട്, അത്ര സ്വതന്ത്രമാണ്. ഏത് സമയത്ത് എപ്പോഴും ഇറങ്ങണം. അതാണ് ഗോവ. 2 ദിവസമായിട്ടുള്ളൂ. നമുക്ക് ഇവിടുന്ന് പോകാൻ തന്നെ ഒന്നുമില്ല. ഇവിടെ വല്ല ബിസിനസ് തുടങ്ങിയാലോ അല്ലെങ്കിൽ മച്ചാമാരെ, ഇതാണ് ഗോവ. ഇതാണ് ഗോവയിലെ ഹരം. ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ പോവാൻ തന്നെ തോന്നില്ല. അത്രയ്ക്കും ചില്ലാണ്, ചില്ലും. അപ്പൊ വീഡിയോ വൈൻഡിങ് അപ്പ് ചെയ്യുന്നു. ഗോവയിലെ അഞ്ജുന ബീച്ചിൽ നിന്നും രാജേഷും റോഷൻ.